ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ വീട്ടിൽ ഉണങ്ങിയ നാരങ്ങയോ അല്ലെങ്കിൽ ചീഞ്ഞ് പോയ നാരങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതെടുത്ത് ഉടനെ കളയും. ഇനി അങ്ങനെ കളയാതെ അതെടുത്ത് വെച്ചിട്ട് ഒരു അടിപൊളി ക്ലീനിങ് ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ പിഴിഞ്ഞ തോലായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ചീത്തയായ നാരങ്ങയോ അല്ലെങ്കിൽ ഉണങ്ങിയ നാരങ്ങയോ ഒക്കെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ല വെട്ടി തിളയ്ക്കണ മാതിരി നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം മാത്രമല്ല, ഇത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്തുകളും കിട്ടുന്ന മാതിരി നല്ലോണം പിഴിഞ്ഞെടുക്കുക. ഒരു മാക്സിമം 10 നിമിഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടാൽ മതി. അപ്പോൾ നല്ല ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ലിക്വിഡ് കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളാണുള്ളത്. നമുക്ക് സ്റ്റൗ തുടയ്ക്കാം. സ്റ്റൗവിലൊക്കെ ഉണ്ടായിരുന്ന അഴുക്ക് ഞാൻ ലൈവ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതേമാതിരി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാം, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. ഇത് സ്പ്രേ ചെയ്ത് നമ്മുടെ കബോർഡുകളൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി തിളങ്ങും. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഈ ലിക്വിഡ് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ പല്ലി, പാറ്റ എന്നിവയുടെ ശല്യമൊന്നും ഒട്ടും ഉണ്ടാവില്ല. ഇതിൻ്റെ സ്മെല്ലിന് പല്ലിയോ പാറ്റയോ ഒന്നും വരില്ല. അപ്പോൾ ഇനി ആരും ഇങ്ങനെ ഉണങ്ങിയ നാരങ്ങയോ ചീഞ്ഞ നാരങ്ങയോ ഒന്നും കളയാതെ ഇങ്ങനെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, എല്ലാ നാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 2 ടീസ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഇത് 3 ചേർത്തിട്ട് നല്ലോണം കലക്കി വയ്ക്കുക. ഈ നാരങ്ങ നീരിൽ ഈ ബേക്കിംഗ് സോഡയും വാഷിംഗ് ലിക്വിഡും ചേർത്തിട്ട് നല്ലോണം കലക്കുക. ഇത്ര ഉള്ള പണി. അപ്പോൾ നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. എൻ്റെ സ്റ്റൗ പാല് തിളച്ച് പോയിട്ട് അതിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ വൃത്തിയാവണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് മാത്രം നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള തുണി വെച്ച് തുടച്ചാലും നല്ലോണം ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ബർണറിൻ്റെ ചുറ്റും കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക. അഴുക്കുള്ള ഭാഗത്ത് നോക്കിയിട്ട് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 നിമിഷം നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എടുത്തിട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അത്ര ഉറപ്പിച്ച് തേക്കൊന്നും വേണ്ട, നമ്മൾ ശക്തി കൊടുത്ത് തേക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ എല്ലാ അഴുക്കും പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോളൂ. ഇപ്പോൾ ഞാൻ അതേമാതിരി ഈ സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലാം തേച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ കടയിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ലിക്വിഡൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ പൈസ നല്ലോണം ലാഭിക്കാം നമുക്ക്. ഇതേമാതിരി വെറുതെ കളയുന്ന നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനതിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബർണറിൻ്റെയും ഭാഗത്തുള്ള അഴുക്ക് വന്നിട്ട് ഇങ്ങനെ ലിക്വിഡ് തേച്ചത് ഉരച്ച് എടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ഒരു തുണി വെച്ചോ അങ്ങനെ നമുക്ക് തുടച്ചെടുക്കാം. അങ്ങനെ തുടച്ചെടുക്കുമ്പോൾ എല്ലാ അഴുക്കും ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ സ്പോഞ്ച് വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗവ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും, നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുക.